ഞാനിങ്ങോട്ട് ബോർഡിന്റെ അടുത്തേക്ക് തിരിച്ചു വെക്കാം. ഇന്നും കൂടി നമുക്ക് കുറച്ച് കണക്ക് പഠിക്കാനുണ്ടാവും. കണക്ക് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഇപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഈസി ആയി തുടങ്ങി, ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ഇപ്പൊ ഫീഡ്ബാക്ക് വരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? യെസ് സർ, അത് വീഡിയോ കാണുമ്പോൾ ഒന്നുകൂടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതെ, കുറച്ചുകൂടി പ്രാക്ടീസ് വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുമായിരിക്കും. അതെ അതെ, മെയിനായിട്ട് അതാണ്, പ്രാക്ടീസ് ആണ്. ജ്യോതിഷം ഡെയിലി ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞു, ഒരു ദിവസം ചുരുങ്ങിയത് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇതിന്റെ കൂടെ ഇരിക്കണം. ഇന്നത്തെ നമ്മളുടെ വിഷയം കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലത്തെ കണക്കാണ്. തുലാമാസം 5-ാം തീയതി രാത്രി 10:03 കുട്ടി ജനിച്ചു എന്നുള്ള ജന്മസമയം നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ടേബിളിൽ നിന്ന് ഇപ്പൊ തന്നിരിക്കുന്ന ഈ രാശി സ്ഫുടം സൂര്യ ഉദയസമയത്തുള്ളതാണ്. അതിന് ജന്മസമയത്തേക്കുള്ള ഗ്രഹസ്ഫുടം കാണണം. ലഗ്നസ്ഫുടം കാണാൻ നമുക്ക് രാശിമാനം ഉപയോഗിച്ചിട്ട് കണക്കുണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തു. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് വേണ്ടത് ഈ കുട്ടിയുടെ ജന്മനക്ഷത്രം, നക്ഷത്രപാദം, ചന്ദ്രസ്ഫുടം കാണാൻ പറയും. ചന്ദ്രസ്ഫുടം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനം, ജനിക്കുന്ന സമയത്ത്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ആ കുട്ടിയുടെ ജന്മനക്ഷത്രം എന്താണ്, പിന്നെ ആ നക്ഷത്രപാദം എന്താണ് എന്ന് പറഞ്ഞാൽ രാശിയിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, നവാംശത്തിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, ഇതാണ് നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഓൾമോസ്റ്റ് സെയിം കണക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ. ഇതില് അതിൽ ലഗ്നത്തിന്റെ സ്പീഡ് കണ്ടുപിടിച്ചതുപോലെ ഇതിൽ ചന്ദ്രന്റെ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് രാശിയിൽ എത്ര സമയം ചന്ദ്രൻ എത്ര സഞ്ചരിച്ചു എന്നറിഞ്ഞ് ആ സ്ഫുടം കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1200 തുലാമാസം എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഫുടം അടയാളപ്പെടുത്തിയ ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. അതില് ചന്ദ്രന്റെ കള്ളി നോക്കുക, ആ കോളം. അതില് 5-ാം തീയതി നമുക്ക് 5-ാം തീയതി രാത്രി 10:03 സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രഹസ്ഫുടമാണ് കണ്ടുപിടിക്കേണ്ടത്. 5-ാം തീയതി രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രസ്ഫുടം ഇവിടെ എഴുതിയ കാണുമോ? ഒരു രാശി 23 ഭാഗ 5 കല, ഇതാണ് അതിൽ കാണുക. 1:23:5 കണ്ടോ എല്ലാവരും? 5-ാം തീയതിക്ക് നേരെ, തുലാമാസം 5-ാം തീയതിക്ക് നേരെ ചന്ദ്രൻ. അപ്പൊ ഇതിന്റെ അർത്ഥം ഒരു രാശി 23 ഭാഗ 5 കല എന്ന് പറഞ്ഞ ഒരു രാശി കഴിഞ്ഞ് രണ്ടാമത്തെ രാശിയിൽ ഇത്രയാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു രാശി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി കഴിഞ്ഞു, പ്ലസ് 23:5. അപ്പൊ എത്രയായി? 53 ഡിഗ്രി 5 മിനിറ്റ്. ഇതാണ് 5-ാം തീയതി രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലം. അപ്പൊ 5-ാം തീയതി ഇത് ഫിഫ്ത്ത് രാവിലത്തെയാണ്. ഇതുപോലെ 6-ാം തീയതിയിൽ തന്നിട്ടുണ്ട്. 6-ാം തീയതി എത്രയാ തന്നിരിക്കുന്നത്? 2700. 2700. 27 എന്ന് പറഞ്ഞാൽ 2 രാശി കഴിഞ്ഞു, 3-ാമത്തെ രാശിയിൽ 7 ഡിഗ്രി. ഇവിടെ 0 ആണ്, ഒന്നുമില്ല. അപ്പൊ 2 ഡിഗ്രി പറയുമ്പോ 60, 2 രാശി എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി പ്ലസ് 7 ഡിഗ്രി പ്ലസ് 00. അപ്പൊ 6700. ഇതാണ് 2-ാമത്തെ ദിവസം സൂര്യൻ ഉദിക്കുമ്പോഴുള്ള സ്ഥിതി. 6th ജൂലൈ. നമുക്ക് 2 ദിവസത്തെ കിട്ടി. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഗ്രഹസ്ഫുടമാണ്. 6-ാം തീയതി ചന്ദ്രൻ നിൽക്കുന്നത് 67 ഡിഗ്രിയിലും 5-ാം തീയതി ചന്ദ്രൻ നിൽക്കുന്നത് 53 ഡിഗ്രി 5 മിനിറ്റിലുമാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയുണ്ടാവും? ഇത് 5-ാം തീയതി രാവിലെ സൂര്യൻ ഉദിക്കുന്നത്, ഇത് 6-ാം തീയതി രാവിലെ സൂര്യൻ ഉദിക്കുന്നത്.
അപ്പൊ എത്ര മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും? 14 ഡിഗ്രി അല്ല, ടൈം ചോദിച്ചേ, ടൈം എത്ര മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും എന്ന് ചോദിച്ചേ. സൂര്യോദയം ടു സൂര്യോദയം എത്ര മണിക്കൂർ ഉണ്ടാവും? 24 hours. സിമ്പിളാണ്, അങ്ങനെ പസിലായി പോകുന്നതാണ്. 24 hours ചന്ദ്രൻ ഇവിടുന്ന് ഇതുവരെ എത്തി. അപ്പൊ നമ്മൾ എത്ര ഡിഗ്രി സഞ്ചരിച്ചു എന്നറിയാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 67 53.5 മൈനസ് ചെയ്യണം. അവ എത്ര വരുന്നുണ്ട്? 13.5. 13.5 13.5 അല്ലേ വരുന്നത്? 13.5 ആണോ? 13.555. ആ 13 ഡിഗ്രി 55 ആണ് 24 മണിക്കൂറിൽ സഞ്ചരിച്ചത്. 13 ഡിഗ്രി അതായത് 13/55 കല 24 മണിക്കൂറിൽ സഞ്ചരിച്ചു ചന്ദ്രൻ. ഇത്രയും ക്ലിയർ ആയോ? Yes, sir. മനസ്സിലായി. ഇല്ല 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 അതില് 67 എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായില്ലല്ലോ. നമുക്ക് 2 ഡിഗ്രി 7 മിനിറ്റ് അല്ലായിരുന്നു 2 പഞ്ചാംഗത്തില്. ഡിഗ്രി അല്ല, 2 ഡിഗ്രി അല്ല, ആ 2ന്റെ നേരെ മുകളിലേക്ക് രണ്ട് രാശി. 2 രാശി. ആ 2 രാശി പറയുമ്പോ 60 ഡിഗ്രി. 60 ഡിഗ്രി. പിന്നെ 7 മിനിറ്റ് അല്ലേ ഉള്ളൂ, 7 ഭാഗ. ആ അപ്പൊ 7 കൂട്ടണം ആണോ? അതെ, 60നോടൊപ്പം 7 കൂട്ടണം. ആ അപ്പൊ 67. അങ്ങനെ. ഓക്കെ. ക്ലിയർ ആയോ? അപ്പൊ 67 അതായത് ആദ്യത്തെ ദിവസം സൂര്യൻ ഉദിക്കുമ്പോ ഇവിടെയും, രണ്ടാമത്തെ ദിവസം സൂര്യൻ ഉദിക്കുമ്പോ ഇവിടെയും. അതായത് ഒരു ദിവസം കൊണ്ട് 53.5 നിന്ന ചന്ദ്രൻ 67ലേക്ക് എത്തി. അപ്പൊ ഒരു ദിവസം കൊണ്ട് സഞ്ചരിച്ചത് 13 ഡിഗ്രി 55 മിനിറ്റ്. ഇതിന്ന് ഇത് 67 ഇത് മൈനസ് ചെയ്താൽ മതി. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് 1 ഡേ ആണ് ഇത്രയും ദൂരം സഞ്ചരിച്ച്. അപ്പം ഒരു മണിക്കൂറിൽ സഞ്ചരിച്ചത് എത്രയായിരിക്കും? ഒരു ദിവസം കൊണ്ട് ഇത്ര സഞ്ചരിച്ചു 13:55. അപ്പൊ ഒരു മണിക്കൂറിൽ എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും? Divided by 24. ഡിവൈഡഡ് ബൈ 24. അപ്പൊ 1 അവർ സഞ്ചരിച്ച ദൂരം ഇതാണ് 13:55 ഡിവൈഡഡ് ബൈ 24. 13. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് 2 യൂണിറ്റ് അവിടെ ഇരിക്കുന്നു. ഒന്ന് ഡിഗ്രിയാണ്, ഒന്ന് മിനിറ്റ് ആണ്. അപ്പൊ ഇതിനെ നേരെ കലയാക്കുക, മിനിറ്റ് ആക്കുക. അപ്പൊ എത്ര വരും? 13 × 60. ഇത് ഞാൻ വായിക്കട്ടെ. ഇത്രയും 13:55. 13 ഡിഗ്രി 55 ഈസ് ഈക്വൽ ടു 13 × 60 കല പ്ലസ് 55 കല. അപ്പൊ എത്ര വരും? 835. 835 കല. ഇത് ഒരു ദിവസം ചന്ദ്രൻ സഞ്ചരിച്ച ദൂരമാണ്. ഇതിനെ 24 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂറിൽ സഞ്ചരിച്ചത് കിട്ടും. അതെത്രയാണ്? 835 ഡിവൈഡഡ് ബൈ 24. 34.79. 34.79 ആണ്. ഓക്കെ, ഇതിനെ ഇത്രയും കലയാണ് കേട്ടോ. 34.79 കലയാണ്. ഇത് കാരണം ഇവിടെ നമ്മൾ കലയാക്കി. ഇതിനെ നമ്മൾ ഒരു കാൽക്കുലേഷൻ പർപ്പസിന് 35 എന്ന് എടുത്തോളാം. 35. 35 കലയാണ് ചന്ദ്രൻ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. ഒരു മണിക്കൂർ. ഇത്രയും ക്ലിയർ ആയോ? 35 കല ചന്ദ്രന്റെ സ്പീഡ്. ഇത് ഒരു മണിക്കൂറിന്റെയാണ്. നമുക്ക് മിനിറ്റ് വരെ കിട്ടണം. അപ്പം ഒരു മിനിറ്റിൽ എത്ര സഞ്ചരിക്കും? Divided by 60. 35നെ 60യിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയൊരു നമ്പറാണ് കിട്ടുക. നമുക്ക് ഈ എന്തായാലും ഇതിന്റെ ആൻസർ വികലയിലാണ് വരിക. അത് ആലോചിച്ചാൽ അറിയാം. ഒരു മണിക്കൂർ കൊണ്ട് 35 കലയെ സഞ്ചരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു മിനിറ്റിൽ ഇതിനും ചെറിയ സംഖ്യ വരുള്ളൂ. എന്ത് ചെയ്യണം? ഇതിനെ വികലയാക്കിയിട്ട് മാറ്റാം.
അതിനെന്ത് ചെയ്യണം? ഇൻറ്റു 60. 20 ഇൻറ്റു 60. അപ്പൊ എത്ര വരും? 35. ഇത് രണ്ട് ക്യാൻസൽ ചെയ്യും. 35. 35 വിക്കല. അപ്പൊ ചന്ദ്രന്റെ സ്പീഡ് ഒരു മിനിറ്റില് 35 വിക്കല. ഇത് ഒരു മിനിറ്റിലാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ചന്ദ്രന്റെ സ്പീഡ് കിട്ടി. ചന്ദ്രന്റെ സ്പീഡ് ഒരു മണിക്കൂറില് 35 കല, ഒരു മിനിറ്റില് 35 വിക്കല. ഇതാണ് ചന്ദ്രന്റെ സ്പീഡ്.